പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതിലെ കുട്ടികൾ കുമ്പസാരൊക്കെ ഭയങ്കര ഒരു അഭിഷേകമായിട്ട് അച്ഛന്മാരൊക്കെ ഭയങ്കരമായ, പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇത്രയും വരെ ഒരുക്കണേ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരുക്കണതല്ല അച്ഛാ, പരിശുദ്ധാത്മാവ് ഒരുക്കണതാണ്. പിന്നെ ശുശ്രൂഷകർ മുട്ടുമ്പോൾ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, അച്ഛാ, പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ പറയുന്നില്ലേ 500 പേരൊക്കെ കാണുന്നുണ്ട്, അവരിൽ കുറേ പേരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും അച്ഛാ. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് കേട്ടോ കുട്ടികളുടെ ധ്യാനത്തിൽ കുമ്പസാരവും ശുശ്രൂഷകളൊക്കെ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് അത് അഭിഷേകം പ്രാപിക്കുന്നത്. നമ്മളെ ആൾത്താരയിലൊക്കെ ഉള്ള ശുശ്രൂഷകൾ അതിലൊന്നും പ്രത്യേകിച്ച് അതിലൊക്കെ ഒരു ഭയങ്കര പരിധിയുണ്ട് അതിന്. പക്ഷേ പരിധികളില്ലാത്ത ദൈവസ്നേഹം കുട്ടികൾക്ക് അനുഭൂതിയാകുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിലാണ്. ശുശ്രൂഷകർ പിന്നെ നിങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥന നന്ദി പറയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നാളെ നമ്മുടെ സമാപന ദിനമാണ്. നിങ്ങൾ ശക്തമായിട്ട് പിന്നെ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇന്നും നാളേക്ക് കുട്ടികൾ അനോയിൻറ്റിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈശോയുടെ സ്നേഹം കിട്ടിയാൽ മതി. ഇന്ന് ആന്തരിക സൗഖ്യ ശുശ്രൂഷകളൊക്കെയാണ്. ധാരാളം കുട്ടികൾക്ക് ശരിക്കും ഭയങ്കരമായ പ്രകടമായ വിടുതൽ ഈ ആന്തരിക സൗഖ്യ ശുശ്രൂഷ ഈവനിങ്ങിലാണ് അച്ഛനവർക്ക് വേണ്ടി ആ ഒരു ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 7:15. അവിടെ ഒരു താക്കീതാണ്. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉള്ളിൽ അവർ കടിച്ച് ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാർ, അവർ വേഷം ആടുകളുടേതാണെങ്കിലും ഉള്ള് ആടുകളുടേതല്ല. അവർ വ്യാജന്മാരാണ്. വ്യാജന്മാരുടെ വ്യാജ കറൻസി, പിന്നെന്തൊക്കെയോ കുറേ വ്യാജ എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വ്യാജന്മാരുടെ കാലഘട്ടമാണ്. എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷകളിൽ ഇവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരുടെ റോള്. കാരണം നിങ്ങൾ ഒരു റിട്രീറ്റിന് പോകുമ്പോൾ ഒക്കെ നിങ്ങൾ വികാരിച്ചന്മാരുടെ ബ്ലെസ്സിങ് മേടിക്കണം. എന്നിട്ട് അച്ഛനോട് പറയണം, ആരും അറിയാതെ ഒരു സ്ഥലത്തേക്ക് പോകല്ല വേണ്ടത്. വികാരിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മകൻ അവർ സെമിനാരിയിലേക്ക് പോകണം, അല്ലെങ്കിൽ അവർ സമർപ്പിത ജീവിതത്തിലേക്ക് പോകണം. വികാരിച്ചനോടൊക്കെ ഒന്നൊരു കൺസെൻറ്റ് അച്ഛൻ പറയണ പോലെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വികാരിച്ചന്മാരോട് ശരിക്കും ഒരു കൺസെൻറ്റ് എടുക്കണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അബദ്ധപ്രബോധകർ ഈ കാലഘട്ടത്തിലുണ്ട് സഹോദരങ്ങൾ. അച്ഛൻ ഇപ്പോൾ 10-16 വർഷമായിട്ട് ശുശ്രൂഷ ജീവിതത്തിൽ നിൽക്കുമ്പോൾ അച്ഛനെ കൃത്യമായിട്ട് അറിയാം ഒരുപാട് വ്യാജന്മാർ ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വികാരിച്ചന്മാരും നമ്മുടെ സിസ്റ്റേഴ്സിനൊക്കെ ആയിട്ട് ചേർത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അത് ഒരു വലിയൊരു അഭിഷേകമായിട്ട് തീരട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ആരും സഹായിക്കാനില്ലെങ്കിൽ ധൈര്യമായിട്ട് അച്ഛൻ്റെ അടുത്ത് പോകുന്ന അച്ഛൻ പറഞ്ഞുതരാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇത് ശരിക്കും പിള്ളേരുടെ ഗുസ്തിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും ശരിക്കും ഇത് ദൈവരാജ്യത്തിന് വേണ്ടി, ഈ ക്ഷീണമൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. കർത്താവ് എൻ്റെ യേശു എനിക്ക് പ്രതിഫലം നൽകി. ഈ ദിവസങ്ങളൊക്കെ അമ്മച്ചിമാരൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു കേട്ടോ. ഇന്നലെ വെള്ളിയാഴ്ച ഒരമ്മച്ചി തീരെ വയ്യ, അമ്മച്ചി പറയുമായിരുന്നു, അച്ഛാ ഇന്നലെ പറയണതൊക്കെ ഞാൻ കേട്ടു, നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതിനൊക്കെ എനിക്ക് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് അച്ഛാ, ഈ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഈശോ എനിക്ക് സ്വർഗത്തിൽ പ്രതിഫലം തരും. ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്തായാലും തന്നിരിക്കും, എനിക്ക് കിട്ടുന്ന അതേ പ്രതിഫലം അമ്മച്ചിക്കും കിട്ടിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്നെ പുറമേ ഉള്ളവരൊക്കെ അറിയല്ലേ, സജുച്ചൻ. അപ്പോൾ അതോടുകൂടി ഭൂമിയിൽ എനിക്ക് സ്വർഗത്തിൽ കിട്ടാനുള്ളത് കൂടി ഭൂമിയിൽ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവിടെ എന്തെങ്കിലും കിട്ടുകയാണാവോ. പക്ഷേ ഈ അമ്മച്ചിമാർ പാവപ്പെട്ട മനുഷ്യർ വേറെ ആരും അറിയുന്നില്ലല്ലോ, അവർക്ക് കൂടുതൽ പ്രതിഫലം ഈശോ നൽകും. ഹല്ലേലൂയ. പ്രതിഫലം നൽകുന്ന കാര്യത്തിൽ മറ്റാരേക്കാൾ മുൻപന്തിയിലാണ് നമ്മുടെ യേശു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മോസ്റ്റ് വെൽക്കം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.